ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓപ്പൺ ബുക്ക് വ്ളോഗ്സ് ബൈ ആമി. ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അല്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് നമ്മുടെ കോളേജിലെ 3rd ഇൻ്റർനാഷണൽ കോൺഫറൻസ് പേപ്പർ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതിൻ്റെ കോർഡിനേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും ഉണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ ടൗണിൽ വന്നു, ഡ്രൈവിങ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 8:10 ബസ്സിൽ കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 9:10 നമ്മുടെ കോളേജ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് ബസ്സിലാണ് പോകുന്നത് എന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ വന്നതുകൊണ്ട് അവിടെ നിന്ന് നേരെ പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത്. കോളേജിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് കളിയാക്കുന്ന നമ്മൾ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെ നമ്മൾ സ്പെഷ്യലായിട്ട് എല്ലാ വ്ളോഗിലും കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു സെക്കൻഡ് പീരീഡൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സി ലാബ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. സാറില്ലാത്തതൊക്കെ നോക്കി ഒരു വീഡിയോ ഒക്കെ എടുത്തു. സാധാരണ നമ്മൾ ലാബിൽ ഫോൺ ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ടായിട്ട് നമ്മളവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളതിന് ചീഫ് ഗസ്റ്റായിട്ട് വന്ന മല്ലിക മാമിനെ വെൽക്കം ചെയ്യുകയാണ്. With an illustrious career of 26 years, Dr. Mallika Ma'am has been a distinguished academician and researcher in time series data analysis. Her contributions to the field include numerous research publications in reputed journals, focusing on nonlinearity detection, complex networks, and data analytics. Beyond research, Dr. Mallika Ma'am has a key role in mentoring students and faculty. കോർഡിനേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്. ഹൃത്തിക് എന്നാണ് പേര്. അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ പരിചയപ്പെടുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. വളരെ നൈസാണ് പുള്ളിക്കാരൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കോളേജ് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജ് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും അവിടെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റാർഡ് ഐസ്ക്രീം ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചധികം ഫ്രൂട്ട്സ് ഇടും. മാതളവും ആപ്പിളും അതേപോലെ നട്ട്സും ഈത്തപ്പഴവും, അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ നമ്മൾ അതിലോട്ടിടും. അപ്പോൾ കുറച്ചുകൂടെ ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വെറും ഐസ്ക്രീമായിട്ട് കഴിക്കുന്നതിനേയും കാട്ടി ക്രഞ്ചി ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമലി ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാട്ടി നല്ലതാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത്. പൊതുവേ പണിയെല്ലാം എടുക്കാൻ നല്ല മടിച്ചിയായ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി ഇത് മിക്സാക്കാനും ഇത് ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് സഹായിച്ചത്. ആകെ അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് കൈപ്പൊടികൾ ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ അത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മ ഒരു സെക്ഷനിൽ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബൗള് സെർവ് ചെയ്ത് മാറ്റി ആദ്യം സേഫാക്കി വെച്ചു. അങ്ങനെ ഉമ്മ ചായക്കുള്ളതൊക്കെ വെച്ചു. എല്ലാം നമ്മൾ റെഡിയാക്കി. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, ഇത് ഡെയിലി കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. കസ്റ്റാർഡ്, പഴം, സർബത്ത്, തണ്ണിമത്തൻ, സമൂസ, അതൊക്കെ നമ്മൾ ഡെയിലി നമുക്കുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ചായ ഉണ്ടായിരുന്നു. ചായ എല്ലാവരും ഇവിടെ കുടിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ചായ മസ്റ്റാണ്. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.